ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വിദേശത്ത് അങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ ശമ്പളം കിട്ടാതെ വലയുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കണ്ടത് കാഴ്ച ഇന്നും ഇപ്പോൾ പുതിയ പരിഷ്കാരത്തിൻ്റെ പേരിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പലയിടത്തും കുളമായി, ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും കുളമായി. വലിയ വ്യത്യസ്തമായ പ്രതിഷേധങ്ങളും പലയിടങ്ങളിൽ നിന്നും കണ്ടു. കഞ്ഞിവെച്ചുള്ള പ്രതിഷേധം, ശവക്കുഴി തോണ്ടി അവിടെ കിടന്നുള്ള പ്രതിഷേധം, ഇങ്ങനെയൊക്കെയുള്ള പ്രതിഷേധങ്ങളാണ് അലയടിക്കുന്നത്. അതേസമയം ഗതാഗത മന്ത്രി ഈ സ്ഥലത്തില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി മാറുന്നുണ്ട്. ചർച്ചയിൽ നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് എ ഷുക്കൂറും ഒപ്പം റെജി ലൂക്കോസ് ഇടത് സഹയാത്രികനും തത്സമയം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇതൊക്കെയാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിഷയം. ഗതാഗത വകുപ്പ് മന്ത്രിയായി രണ്ടാം ടേമിൽ, സെക്കൻഡ് ടേം ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ ഉറപ്പുകളാണ് സംഘടനയ്ക്ക് ഗണേഷ് കുമാർ നൽകിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ശമ്പളം 5-ാം തീയതിക്കുള്ളിൽ ആദ്യ ഗഡു നൽകുക എന്നുള്ളത്, ബാക്കി 15-ാം തീയതിക്ക് മുമ്പ് എന്നുള്ളതും. ഈ ജീവനക്കാരെ സംബന്ധിച്ചോളം വലിയൊരു പ്രതീക്ഷയായിരുന്നു, വലിയൊരു ആശയമായിരുന്നു അവർക്ക് മുന്നിലേക്ക് വെച്ചത്. പക്ഷേ ഇപ്പോൾ അവരെ പറഞ്ഞു പറ്റിക്കുന്നതിന് തുല്യമായി മന്ത്രി കാര്യങ്ങൾ ചോദിക്കാൻ മന്ത്രി നാട്ടിലില്ല. ജീവനക്കാരുടെ കഷ്ടപ്പാടാണ് ആദ്യ റിപ്പോർട്ടിൽ കണ്ടത്. എന്ത് പോംവഴി ഉണ്ടാകും ശ്രീ റെജി ലൂക്കോസ്? ന്യായമായ ഒരു ചോദ്യമാണ്. കാരണം KSRTCയിലെ പാവപ്പെട്ട തൊഴിലാളികൾ, അതും ഈ കൊടും വെയിലത്ത് ഈ വാഹനത്തിൽ യാത്ര ജോലി ചെയ്യുന്ന അല്ലാത്തതുമായിട്ടുള്ള ജീവനക്കാരുടെ ശമ്പളം ഇന്ന ദിവസം തന്നെ കൊടുക്കണം. കാരണം അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്. കുട്ടികളുടെ പഠനം, ചിലർ വാടകയ്ക്ക് താമസിക്കുന്നു, അങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സാലറിയെ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ശമ്പളത്തിൽ ഒരു ദിവസം പോലും വൈകാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ശക്തമായിട്ടും എന്നെ പോലുള്ളവർക്ക്. അതിലൊരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ KSRTC പലതവണ ഇത് നഷ്ടത്തിലോടുന്നതിന്റെ പേരിൽ പിന്നെ ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. സർക്കാരാണ്, ധനകാര്യ വകുപ്പാണ് മിക്കവാറും എല്ലാ മാസവും ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ശമ്പളം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് മനസ്സിലാക്കിയത് ശരിയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ പണം കൊടുക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. രണ്ടാമത്തെ ചോദിച്ചത് മിനിസ്റ്റർ ഉല്ലാസയാത്ര നടത്തുകയാണ് വിദേശ രാജ്യം എന്നുള്ളത്. അതൊക്കെ ഒരു തെറ്റായ ആരോപണങ്ങളാണ്. കാരണം ഇന്നിപ്പോ ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ ഒരു യാത്ര നടത്തുക എന്ന് പറയുന്നതിൽ അതിശയമൊന്നുമില്ല. ഇവിടുന്ന് ഇപ്പൊ ഇന്ത്യയുടെ തൊട്ടടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡൽഹിയിൽ പോകണ പൈസ പോലും വേണ്ട. അപ്പൊ തന്നെയല്ല കമ്മ്യൂണിക്കേഷൻ ഇത്രയ്ക്ക് വിപുലമായി ഇന്റർനെറ്റ് യുഗത്തിൽ ഒരു മന്ത്രിക്ക് വിദേശത്തിരുന്നാലും കാര്യങ്ങൾ നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. പിന്നെ KSRTC സംബന്ധിച്ചോളം അതിന് ഉന്നത ഉദ്യോഗസ്ഥർ, KSRTC ഭവനിലുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരും വളരെ കാര്യശേഷിയുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ ഈ സ്ഥാപനം ഇത്രയ്ക്ക് നഷ്ടത്തിലായിട്ട് പോലും ഇത് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഭയമൊന്നും വേണ്ട. അങ്ങനെയുള്ള പിന്നെ ചിത്രീകരണങ്ങൾ ആവശ്യമില്ല. KSRTCയുടെ മാനേജിങ് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിനിപ്പോ മിനിസ്റ്റർ സ്ഥലത്തില്ല, നന്നായിട്ട് തന്നെ പോകും. പക്ഷേ തൊഴിലാളികളുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. അത് തീർച്ചയായിട്ടും അത് പറയുന്ന സമയത്ത് തന്നെ കൊടുക്കേണ്ടതാണ്. പക്ഷേ കാലങ്ങളായിട്ട് തന്നെ ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം സർക്കാർ പൈസ കൊടുക്കുന്നു. 1-2 ദിവസങ്ങളിൽ അവരുടെ സാലറിയുടെ ഫസ്റ്റ് ഗഡു കൊടുക്കുന്നതാണ്. അതായത് ഒരു മന്ത്രി പുതുതായി വരുമ്പോൾ വലിയ വാഗ്ദാനങ്ങൾ നൽകുകയാണ്, എന്നിട്ട് നടത്തുന്ന അല്ലെങ്കിൽ ഒരു തിരുത്തൽ നടപടി എന്നൊക്കെ പറഞ്ഞ് അവരെ ആശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്നു. പിന്നീട് എന്താണ് നയപരമായ രീതിയിൽ കൈവച്ചത് ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിൽ കാണിച്ച അല്ലെങ്കിൽ ആ ഒരു ഈ നയപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എത്രയോ ആദ്യം പരിഗണനയ്ക്ക് ഈ വിഷയം എടുക്കണമായിരുന്നു. ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു ക്രിയാത്മകമായ ചർച്ചയോ അല്ലെങ്കിൽ തുടർ നടപടികളോ ഉണ്ടായിട്ടില്ല എന്നാണ് TDFുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ പ്രതികരിക്കുന്നത്. അവരിന്നിപ്പോൾ അവർ ഡ്യൂട്ടിയിലായതുകൊണ്ടാണ് അവരെ നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ കഴിയാതെ പോകുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ ഈ പറഞ്ഞ് പറ്റിച്ചു, വഞ്ചിച്ചു എന്നുള്ള ഒരു വികാരമാണ് അവർക്കുള്ളത്. അവർ സമരത്തിലേക്ക് അവരെ തള്ളിവിടുകയാണോ? അല്ല, അങ്ങനെ ഒരു വേർഷൻ അതിനകത്ത് കൊണ്ടുവരരുത്. കാരണം വെച്ചാൽ ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം വളരെ ഡൈനമിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഈ പർച്ചേസിന്റെ കാര്യത്തിലായാലും റൂട്ടിന്റെ കാര്യത്തിലാക്കി അദ്ദേഹം വളരെ കാര്യക്ഷമമായി ഇടപെട്ട് അതിന്റെ ഗുണങ്ങളും ഇപ്പൊ നമുക്ക് കഴിഞ്ഞ മാസം തന്നെ 9 കോടിയുടെ അടുത്ത് തന്നെ കളക്ഷൻ ഉണ്ടായി 2-3 ദിവസം കൊണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ ശേഷിയുടെ, കർമ്മനിരതയുടെ ഒരു വലിയ പ്രതിഫലം തന്നെയാണ്. പിന്നെ പറഞ്ഞു പറ്റിച്ചത് പറയരുത്. കാരണം KSRTCയുടെ അവസ്ഥ നമുക്കറിയാം. പക്ഷെ എങ്കിലും അടിവരയിട്ട് പറയുന്ന തൊഴിലാളികളുടെ പൈസ അവർക്ക് ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ പാവപ്പെട്ട തൊഴിലാളികളെ, നമുക്കറിയാം ഒരു സാധാരണക്കാരനായ കണ്ടക്ടറുടെ ഡ്രൈവറുടെ സാലറി, അവരുടെ പിന്നെ മറ്റു ഔദാര്യമൊന്നും അല്ല ചോദിക്കുന്നത്. അതായത് ചെയ്ത ജോലിയുടെ കൂലി. അല്ല പ്രതീക്ഷ, ആ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. കേരളത്തിലെ എല്ലാ മനുഷ്യരും അവരോടൊപ്പമാണ്. 10-30,000-ഓളം വരുന്ന 28,000-ഓളം വരുന്ന തൊഴിലാളികളോടൊപ്പമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. തന്നെയല്ല KSRTCക്കൊപ്പമാണ് ഇവിടുത്തെ പൊതുസമൂഹം. കാരണം ഒരു വലിയൊരു ഫീലിംഗ് KSRTC. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി പറയാം. അദ്ദേഹം വന്നതിന് ശേഷം ലൈസൻസിന്റെ കാര്യത്തിൽ പിന്നെ അത് അടിച്ചേൽപ്പിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്.
അതിനോട് 1% യോജിക്കാൻ പറ്റില്ല. കാരണം പ്രജീഷിനെ പോലുള്ള ഞാൻ അതിലേക്ക് വരാം, നമുക്ക് ആ സബ്ജക്റ്റിലേക്ക് വരാം. ഞാൻ അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഷുക്കൂർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഷുക്കൂർ, ഗതാഗത വകുപ്പ് താറുമാറായോ, അവതാളത്തിലായോ? മന്ത്രിക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയാതെ പോകുന്നു എന്ന തോന്നൽ വരുന്നുണ്ടോ? തീർച്ചയായും കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ നവാഗതനായി രംഗത്ത് വന്നിട്ടുള്ള, നേരത്തെ അദ്ദേഹം വകുപ്പെല്ലാം നന്നായി നോക്കിക്കൊണ്ട് പോയിട്ടുള്ള ആളാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെ റെജി ലൂക്കോസിനൊക്കെ ഇങ്ങനെ പറയാൻ കഴിയൂ, ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ്? ആവശ്യമായ അടിയന്തര നടപടികളിലേക്ക് പോയി ഈ KSRTCയുടെ ഇന്നത്തെ അവസ്ഥ എങ്ങനെ പരിഹരിക്കപ്പെടാൻ കഴിയും എന്നുള്ളതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ വാങ്ങിക്കൊണ്ട് നന്നായി പോകാൻ ഗണേഷ് കുമാറിന് കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കണ്ടത്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇത്രയും നിരുത്തരവാദപരമായ, കാരണം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് വരെ ഏത് രൂപത്തിൽ ജനങ്ങളോട് പറയണമോ അതൊക്കെ സർക്കാർ പറഞ്ഞു. മുഖ്യമന്ത്രിയാണെങ്കിൽ വിദേശത്ത് വിശ്രമ ജീവിതത്തിലാണ്, കേരളത്തിലാണെങ്കിൽ ഒരുപാട് ആശങ്കയോടുകൂടി ജനങ്ങൾ പോകുന്നു. എന്തായാലും കാലാവസ്ഥയുടെ ഒരു ചെറിയ വ്യതിയാനം കൊണ്ട് മാത്രമാണ് തൽക്കാലം രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ പവർ കട്ടിൽ മുങ്ങി കേരളം വല്ലാത്ത അവസ്ഥയിലേക്ക് പോയേനെ എന്നുള്ളതാണ് വസ്തുത. അതിനിടയിലാണ് ഇവിടെ ഗതാഗത വകുപ്പിൽ KSRTCയിൽ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല, അവർക്കാവശ്യമായ നടപടികൾ ഏത് രൂപത്തിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാനും അതിനുവേണ്ടി മേൽ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു മന്ത്രി സ്ഥലത്തില്ല, അദ്ദേഹവും വിദേശത്താണ്. ഒപ്പം നമുക്ക് കാണാൻ കഴിയുന്ന അതിഗൗരവതരമായ മറ്റൊരു വിഷയം, നമ്മുടെ റിജൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഓഫീസറും അനുയായികളും അവരെല്ലാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വളരെ വലിയ ഗൗരവമുള്ള ഒരു സമരം, ആ സമരത്തിന്റെ ഭാഗമായി ജനജീവിതം തന്നെ ആകപ്പാട് കഷ്ടപ്പാടിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ആരെങ്കിലും ഉണ്ടോ ഇതൊന്നും പരിശോധിക്കാൻ, ഇതൊന്ന് ചർച്ച ചെയ്യാൻ, ഒരു വേദി ഒരുക്കാൻ, സമരക്കാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ നിശ്ചയിക്കാൻ ഒന്നും കഴിയുന്നില്ലല്ലോ. ഗതാഗത വകുപ്പിന്റെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല, ഇത്തരണത്തിൽ അതുകൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. 15 ഒരു വണ്ടി വാങ്ങുമ്പോൾ, ഏത് വണ്ടി ആയിക്കൊള്ളട്ടെ, 15 വർഷത്തെ റോഡ് ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. RC ബുക്ക് കിട്ടാൻ കാലതാമസം എത്രയോ വന്നിരിക്കുന്നു, പ്രിന്റ് ചെയ്യാൻ കഴിയുന്നില്ല. 15 വർഷത്തെ ടാക്സ് അഡ്വാൻസ് ആയി സർക്കാർ വാങ്ങുമ്പോൾ അത് ഏത് രൂപത്തിൽ വിനിയോഗിക്കപ്പെടുന്നു എന്താണെന്നുള്ള വസ്തുത. ഇത് മാത്രമല്ല, ലക്ഷക്കണക്കിന് പേരുടെ മറ്റ് ലൈസൻസുകൾ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ഈ പ്രശ്നങ്ങൾ പ്രതിസന്ധിയിലേക്ക് മുൻപെങ്ങുമില്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ, കാരണം ഈ വന്നവരും നിന്നവരും ഇരുന്നവരും പോയവരും അവരൊക്കെ വിചാരിച്ചിട്ടും കാര്യങ്ങൾ ഈ KSRTCയിൽ നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്?